ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1+2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കരുളായി ടൗണിൽ ശുചീകരണ പ്രവൃത്തി നടത്തി. കരുളായി പഞ്ചായത്ത് തല ശുചീകരണമാണ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീജ ഉദ്ഘാടനം ചെയ്തു. കരുളായി ടൗൺ ക്ലീനിങ് ചെയ്യുന്നതിലൂടെ നാളെ നമ്മുടെ വാർഡ് തല ക്ലീനിങ് കൂടെ നടക്കും. ഈ മഴക്കാലപൂർവ്വ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മളൊരു മുൻകരുതൽ എന്ന രീതിയിലാണ് നമ്മളിതുമായി മുന്നോട്ട് പോകുന്നത്. ആരോഗ്യമുള്ള ഒരു കരുളായി വീണ്ടെടുക്കുന്ന ലക്ഷ്യത്തോടെ നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ക്ലീൻ കരുളായിക്കായി അണിചേരാമെന്ന സന്ദേശമുയർത്തിയാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. മഴക്കാലം ആരംഭിക്കുന്നതോടെ കൊതുക്, ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഇത്തരം രോഗവാഹകരായ ജീവികൾ പിറവിയെടുക്കുന്നത്. അതിനുള്ള സാഹചര്യം ഒഴിവാക്കാനും പൊതുജനങ്ങൾക്ക് ശുചീകരണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനുമായിട്ടാണ് ടൗൺ ശുചീകരണം നടത്തിയത്. വരും ദിവസങ്ങളിൽ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാർഡുകൾ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവൃത്തി നടത്തും. ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാ വർക്കർമാർ, അങ്കണവാടി വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ ക്ലബ്ബ് പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, വ്യാപാരികൾ തുടങ്ങി നിരവധി ആളുകൾ മെഗാ ശുചീകരണത്തിൽ പങ്കെടുത്തു. ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായവർക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുളായി യൂണിറ്റ് ഭക്ഷണവും നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK ഉസ്മാൻ അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഷാഫി പദ്ധതി വിശദീകരണം നടത്തി. CDS ചെയർപേഴ്സൺ സുനിത, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ PP ഖദീജ, മെമ്പർ CP മുഹമ്മദ് കുട്ടി, അസിസ്റ്റന്റ് സെക്രട്ടറി ജയൻ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.